അങ്ങനെ കളക്ടറായിട്ടുള്ള വേദ കുറേ ശത്രുക്കളെയൊക്കെ സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതേ സമയം തന്നെ വേദയ്ക്ക് ഉള്ള ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ വേദയുടെ സ്വന്തം മകൾ തരുണിനെ, അതായത് പോലീസുകാരനായ തരുണിനെയാണ് അച്ഛ എന്ന് വിളിക്കുന്നത്. തരുണാണെങ്കിൽ തരുണിൻ്റെ യഥാർത്ഥ മകളാണ് ഇതെന്ന് കരുതിയിട്ടാണ് വളർത്തുന്നത്. ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് വേദയെ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന രീതിയിലാണ് തരുണിൻ്റെ അമ്മ തരുണിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ പക്ഷേ സത്യമറിയുന്ന വേദയ്ക്ക് വളരെ വലിയ ദുഃഖമാണ്. കാരണം തൻ്റെ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛനെ മറച്ചു പിടിച്ച് മറ്റൊരു വ്യക്തിയെ അച്ഛനെന്ന് വിളിക്കുന്നതിൻ്റെ സങ്കടം. അതേസമയം കുഞ്ഞിന് ചില സംശയങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ തരുൺ അച്ഛനും വേദ അമ്മയുമായ സ്ഥിതിക്ക് ഇവരെന്താണ് ഒരുമിച്ച് ഒരു ബെഡ്റൂമിൽ ഇല്ലാത്തത്, ഇവർ രണ്ടുപേരും രണ്ട് ബെഡ്റൂമിലാണല്ലോ എന്നൊക്കെ കുഞ്ഞ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് അവരെല്ലാവരും കൂടിയിട്ട് തരുണിൻ്റെ അമ്മ, വേദ, ഗൗരിമോൾ എല്ലാവരും കൂടിയിട്ട് പുറത്ത് പോവുകയാണ്. പുറത്ത് പോയിട്ട് വണ്ടിയിൽ വരുന്ന സമയത്ത് കുറച്ച് ആൾക്കാരുടെ വണ്ടികൾ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ വണ്ടികൾ ഇവരെ ഫോളോ ചെയ്തിട്ട് ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും അതിനിടയ്ക്ക് ഈ വണ്ടി നിലവിട്ടിട്ട് ഒരു റോഡിൻ്റെ ഒരു സൈഡിൽ പോയി ഇടിക്കുകയും കുഞ്ഞിന് തലയ്ക്ക് ഒരു പരിക്ക് പറ്റുകയും ചെയ്തു. തലയ്ക്ക് എന്നുവെച്ചാൽ മുറിവ് തട്ടി രക്തം വരാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിക്ക് ട്രീറ്റ്മെൻറ്റിനിടയിൽ തരുണിനെ അവിടെ കാണുന്നില്ല. കുഞ്ഞാണെങ്കിൽ തരുണിനെ കാണാൻ വേണ്ടി വാശി പിടിച്ച് കരയും. എനിക്ക് അച്ഛനെ വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ. അപ്പോൾ തരുണിൻ്റെ അമ്മയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും കുഞ്ഞടങ്ങാൻ തയ്യാറാവുന്നില്ല. ഇതേ സമയം തരുൺ വേദയുടെയും തരുണിൻ്റെയും കോമൺ ശത്രുവായ ദേവരാജൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ദേവരാജനാണ് ഇതിൽ പിന്നിലുള്ള ആൾ എന്ന് തരുണിന് വ്യക്തമായിട്ടറിയാം. അങ്ങനെ ദേവരാജൻ കിടന്നുറങ്ങുന്ന സമയത്താണ്, രാത്രിയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. കോളിംഗ് ബെല്ലടിക്കുന്നത്. അങ്ങനെ കോളിംഗ് ബെല്ലടി കേട്ടപ്പോൾ ദേവരാജൻ വന്ന് വാതിൽ തുറക്കുമ്പോൾ തരുണാണ്. അപ്പോൾ തരുൺ പറയും, ഞാൻ അകത്തോട്ട് വന്നോട്ട് ദേവരാജ ഷൂസ് അഴിക്കണോ എന്ന് പറഞ്ഞ് ഷൂസ് അഴിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഷൂസ് അഴിക്കാൻ നോക്കുമ്പോഴാണ് ദേവരാജൻ തരുണിൻ്റെ സോക്സിൻ്റെ ഉള്ളിൽ ഒരു തോക്ക് കാണുന്നത്. അപ്പോൾ ഈ തോക്ക് കണ്ടപ്പോൾ തന്നെ അയാൾക്കൊരു ചെറിയ ഭയം വരും. അയാൾ വലിയ റൗഡിയൊക്കെയാണ്, പക്ഷേ ഈ രാത്രി സമയത്ത് ആരും അയാളുടെ കൂട്ടിനില്ല. അയാളുടെ ശിങ്കിടികളും സിൽബന്തികളൊന്നും ഇല്ലാത്ത സമയത്താണ് തരുൺ ഇവിടെ വന്നിട്ട് ഈ തോക്കുമായിട്ട് വരുന്നത്. അപ്പോൾ തരുൺ അകത്തോട്ട് കയറിയിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് തരുൺ പറയും, ഇന്ന് എൻ്റെയും കുഞ്ഞിൻ്റെയും എൻ്റെ കുടുംബത്തിന് നേരെ ഉണ്ടായുള്ള അക്രമത്തിൽ നിങ്ങളാണ് അതിനുള്ള കാരണക്കാരൻ എന്നെനിക്കറിയാം. അപ്പോൾ അതിന് ഇനി നിങ്ങൾ ഇത് തുടരുകയാണെച്ചെങ്കിൽ അതിന് നിങ്ങൾ വേണ്ട വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പറയുകയാണ്. അപ്പോൾ ദേവരാജൻ്റെ ഭാര്യയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ദേവരാജൻ്റെ ഭാര്യയോട് തരുൺ പറയും ഒരു ചായ വേണം. അങ്ങനെ ആ സ്ത്രീ ചായ എടുക്കാൻ പോയപ്പോൾ ഈ ശബ്ദമെല്ലാം കേട്ട് ദേവരാജൻ്റെ ഒരു ചെറിയ മകൾ, ഒരു 10 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ തരുൺ കുറച്ചൊന്നും പേടിപ്പിക്കുന്ന രീതിയിലാണ് തരുൺ നിൽക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞ് പേടിച്ചിട്ട് ഇങ്ങനെ ദേവരാജൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങി നിൽക്കുകയാണ്. അപ്പോൾ തരുൺ വന്നിട്ട് ആ കുട്ടിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ദേവരാജൻ പറയും, സാർ സംസാരിക്കേണ്ട, കാരണം എൻ്റെ മോൾക്ക് ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണ്, അവൾ പേടിക്കുമെന്ന്. അപ്പോൾ തരുൺ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അപ്പോൾ എൻ്റെ മകൾ പേടിക്കില്ലെന്നാണല്ലോ ദേവരാജൻ വിചാരിച്ചത്? ഇതേപോലെ തന്നെയാണല്ലോ എൻ്റെ മകൾ. അപ്പോൾ അവനവൻ്റെ മക്കൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ഏതച്ഛനും അമ്മയും ഏതറ്റം വരെയും പോകും. അതുപോലെ തന്നെയാണ് ഞാനും. എൻ്റെ മകൾക്ക് ഇനി താങ്കളെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാനും ഒരറ്റം വരെ പോകുമെന്ന് പറഞ്ഞ് അയാളെ ഭീഷണിപ്പെടുത്തിയിട്ട് തരുൺ പോവുകയാണ്. അങ്ങനെ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കുട്ടി അപ്പോഴാണ് അടങ്ങുന്നത്. കാരണം കുട്ടിക്ക് അച്ഛനില്ലാത്തതിൻ്റെ സങ്കടത്തിൽ കുട്ടി കരഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ തരുൺ പറഞ്ഞ് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അവരെയും കൂട്ടി ഡിസ്ചാർജായി വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ കുഞ്ഞിനെ എടുക്കുന്നതും ഒക്കെ തരുൺ തന്നെയാണ്, വീട്ടിലോട്ട് കയറ്റുന്നതും ഒക്കെ. അപ്പോൾ ഇതേ സമയം നമ്മുടെ വേദയും തരുണിൻ്റെ അമ്മയും കൂടി സംസാരിക്കുകയാണ്. വേദ പറയാണ്, എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് എനിക്ക് യാതൊരു അവകാശവുമില്ലാത്ത പോലെയാണ് ഈ കാണുന്നത്. നമ്മൾ സത്യങ്ങളെല്ലാം തരുണിൻ്റെ അടുത്ത് തുറന്ന് പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അമ്മയെന്ന് പറയുകയാണ്. അപ്പോൾ തരുണിൻ്റെ അമ്മ പറയും, ആ ശരി മോളെ, നിനക്ക് പറയാം, അതിനൊരു സമയമാവട്ടെ. അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ വിക്രത്തിൻ്റെ വീട്ടിൽ അച്ഛൻ, അതുപോലെ തന്നെ ചേട്ടത്തിയമ്മ, പിന്നെ അപ്പുമോൾ എല്ലാവരും കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പുമോൾ പറയുന്നുണ്ട്, ചെറിയച്ഛ എങ്ങനെയെങ്കിലും നമുക്ക് ചെറിയമ്മേനെ കണ്ടുപിടിക്കാനുള്ള മിഷൻസൊക്കെ നമുക്ക് ആദ്യം ഒന്ന് പ്ലാൻ ചെയ്യണം എന്നൊക്കെ ഈ കുട്ടി വിക്രത്തിനോട് പറയുകയാണ്. അതിന് ശേഷം അപ്പോൾ അവളുടെ അമ്മ പറയും, മോളെ നീ പോയിട്ട് വല്ലതും കുളിച്ചിട്ട് കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ പോവുകയാണ്. അവളെ പറഞ്ഞയക്കുകയാണ് അവളുടെ അമ്മ. അപ്പോൾ ഇതേ സമയം നമ്മുടെ അച്ഛനും സംസാരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അവർ പുറത്ത് പറയുന്നില്ല എന്നുള്ളൂ, അവർക്ക് രണ്ടുപേർക്കും നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന്. അപ്പോൾ വിക്രം പറയും, എനിക്കിത് വന്ന് കയറിയപ്പോൾ തന്നെ മനസ്സിലായച്ച, അതുകൊണ്ട് ഞാൻ അധികം ഇവിടെ നിൽക്കുന്നില്ല. ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ അതും ഇവർക്ക് കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ വല്ല ജോലിക്കും നോക്കട്ടെ എന്ന്.
അപ്പോൾ അച്ഛൻ പറയും നീ എവിടേക്ക് പോവുകയാണെന്ന് വെച്ചെങ്കിലും എന്നെയും കൂടി കൊണ്ടുപോകണം, കാരണം എനിക്കിനി നീ ഇല്ലാണ്ട് പറ്റില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അവർ അങ്ങനെ കിടക്കുമ്പോഴൊക്കെ വിക്രമത്തിന് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ വിക്രത്തിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്. അതായത് അവരൊരു കുഞ്ഞിന് ഒരു സ്വപ്നം കണ്ടിരുന്നു, മീൻസ് വിക്രവും വേദയും കൂടി ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ആ ഒരു കുഞ്ഞ് ജനിച്ചെന്നാണ് വിക്രത്തിൻ്റെ തോന്നൽ. അപ്പോൾ വിക്രം പറയാം, എനിക്ക് പ്രായം കൂടുന്തോറും എൻ്റെ കുഞ്ഞ് വളരുന്നു, എൻ്റെ കുഞ്ഞിന് പ്രായം കൂടുന്നു, അങ്ങനെ ഒരു കുഞ്ഞുണ്ടെന്നുള്ള ചിന്തയിലാണ് എനിക്ക് എൻ്റെ മനസ്സിലാകെ എന്നൊക്കെ വിക്രം പറയേണ്ടത്. അതായത് എത്രയായാലും വിക്രത്തിൻ്റെ കുഞ്ഞ് എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായിരിക്കുമല്ലോ. ആ ഒരു ഫീല് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതേ സമയം വേദ തരുണിൻ്റെ വീട്ടിൽ വളരെ വിഷമിച്ചിട്ടിരിക്കുകയാണ്. കാരണം തൻ്റെ കുഞ്ഞിൽ നിന്ന് അതിൻ്റെ യഥാർത്ഥ അച്ഛനെ അകറ്റുന്നതിലുള്ള സങ്കടം. അങ്ങനെ വേദ അവിടെ ഇരിക്കുന്ന അതായത് വേദ ഫോൺ വെച്ചിട്ട്, അതായത് തരുണിൻ്റെ വീട്ടിൽ വേദ ഫോൺ വെച്ചിട്ട് പുറത്തോട്ടല്ല റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ റൂമിലോട്ട് പോകുന്ന സമയത്ത് വേദയുടെ ഫോൺ റിങ് ചെയ്യും. അപ്പോൾ വേദയുടെ ഫോൺ റിങ് ചെയ്യുന്ന സമയത്ത് ഫോൺ എടുക്കുന്നത് തരുണിൻ്റെ അമ്മയാണ്. അപ്പോൾ ഹലോ എന്നൊന്നും പറയുന്നില്ല. തരുണിൻ്റെ അമ്മ ഫോൺ ഓണാക്കിയിട്ട് ഫോൺ തരുണിൻ്റെ അമ്മയുടെ ചെവിയിലോട്ട് വെക്കുകയാണ്. സീതമ്മയുടെ ചെവിയിലോട്ട് വെക്കുമ്പോൾ അപ്പുറത്ത് ആരാന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വേദയുടെ അച്ഛനാണ്. വേദയുടെ അച്ഛൻ പറയും, മോളെ വിക്രം ജയിലിൽ നിന്ന് റിലീസായി, ഞാൻ നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഈ സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്, ഇനി നീ എന്തിനാണ് അവിടെ നിൽക്കുന്നത്, നീ ഇങ്ങോട്ട് തിരിച്ചു വാ, കുഞ്ഞിനെയും കൂട്ടി ഇങ്ങോട്ട് തിരിച്ചു വാ എന്ന് പറയണം. അപ്പോൾ അതേസമയം തരുണിൻ്റെ അമ്മ പറയുകയാണ്, ഞാൻ വേദയല്ല, വേദ താമസിക്കുന്ന വീട്ടിലെ തരുൺ എന്നുള്ള ആളുടെ അമ്മയാണ്. എൻ്റെ മകൻ തരുണും വേദയും ഇപ്പോൾ വിവാഹിതരാണ്. അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് ഇനി പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങൾ അവളെ വിളിക്കരുത്, ഞങ്ങൾക്ക് അതിലോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുകയാണ് ശങ്കരനാരായണനോട്. അപ്പോൾ അദ്ദേഹം ചോദിക്കും, അപ്പോൾ അവളുടെ കുഞ്ഞോ? ആ കുഞ്ഞ് എൻ്റെ മകൻ്റെ കുഞ്ഞാണ്. എൻ്റെ മകൻ്റെ കുഞ്ഞിനെ അമ്മയായിട്ട് വളർത്തുന്നതും അവളാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി യാതൊരുവിധ കാരണവശാലും ഇനി ഇങ്ങോട്ട് വിളിക്കരുത്. ഞങ്ങൾക്ക് ആർക്കും ആ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കാനോ അവളുടെ പഴയ കാര്യങ്ങൾ ഓർക്കാനോ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ വിക്രം പുറത്തോട്ട് പോയിരുന്നു. അപ്പോൾ വിക്രം പുറത്തോട്ട് വണ്ടിയിൽ പോകുമ്പോൾ നമ്മുടെ പോലീസുകാരൻ സാബുവിനെ കാണും. സാബുവിന് വിക്രമിനെ കണ്ട അപ്പം തുടങ്ങും ചൊറിച്ചിൽ. അങ്ങനെ വിക്രത്തിൻ്റെ ബാഗും ഡ്രസ്സും ഒക്കെ നോക്കി അയാൾ പരിശോധിക്കുകയാണ്, എന്തെങ്കിലും മയക്കുമരുന്നോ കാര്യങ്ങളോ ഉണ്ടോ എന്ന്. പക്ഷേ ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം സാബു പറയും, നീ പേടിക്കേണ്ടടാ, നീ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് ഞാൻ വൈകാതെ തന്നെ എത്തിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ വിക്രം പറയാം ഓക്കെ ശരിയെന്ന്. അങ്ങനെ വിക്രം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ശ്രീകാന്തും ഈ സാബുമൊക്കെ കൂടി വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വിക്രത്തിൻ്റെ ചേട്ടനും ചേട്ടത്തമ്മയും കൂടിയിട്ട് ഒരു എന്താണ് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ പൊടിച്ച് നിൽക്കുന്നൊരു ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അനധികൃതമായിട്ട് ഈ ബിസിനസ്സിൻ്റെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പനയുണ്ട്, മയക്കുമരുന്ന് കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി, അത് വേണ്ടിയിട്ട് ഇതിനുവേണ്ടി റെയ്ഡിനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവർ പറയും, ഇവിടെ അങ്ങനെ ഒരു അനധികൃതമായിട്ട് അങ്ങനത്തെ ഒരു വേണ്ടാത്ത പരിപാടിയും ഇവിടെ കാണിക്കുന്നില്ല എന്നൊക്കെ ചേട്ടനും ചേട്ടത്തമ്മയും പറയുന്നുണ്ട്. അപ്പം സുധാകരമാഷും അദ്ദേഹം ഇറങ്ങി വന്നിട്ട് പറയും, സാറേ ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അപ്പോൾ പക്ഷെ അവരെന്ത് പറഞ്ഞിട്ടും അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ വിക്രം പറയും, സാബുവിനോട് പറയും, ഞാൻ ഇങ്ങനെ അടങ്ങി പഴം പുഴുങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണ്. ഇനി നിങ്ങൾക്ക് റെയ്ഡ് ചെയ്യണമെങ്കിൽ റെയ്ഡ് ചെയ്യാം, ഈ കടയും ഇതിൻ്റെ വണ്ടിയും ഒക്കെ നിങ്ങൾക്ക് റെയ്ഡ് ചെയ്യാം. പക്ഷേ ഇവിടെ നിന്ന് യാതൊരുവിധ സാധനങ്ങളും ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. മറ്റൊന്നിനുമല്ല, നിങ്ങളെ ഈ കൂട്ടിക്കൊടുന്നത് ഈ ശ്രീകാന്ത് ഉണ്ടല്ലോ, ഇതിനെ ഞാൻ ഇവിടെ വെച്ചിട്ട് തീർക്കും. അത് തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറി നോക്കാമെന്ന് പറയും. അപ്പോൾ ശ്രീകാന്തിന് ഇത്തിരി പേടിയും. ശ്രീകാന്ത് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് വേഗം പോകും. അപ്പോൾ സാബുവിനോട് നമ്മുടെ വിക്രം ചോദിക്കും, കൂട്ടിക്കൊടുന്ന ആൾ പോയി, ഇന്ന് നിങ്ങൾക്ക് റെയ്ഡ് ചെയ്യണോ എന്ന്. അപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല, സാബുവും അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വിഷമിച്ചിട്ട് നിൽക്കുകയാണ് അവരെല്ലാവരും. അപ്പോൾ ചേട്ടത്തിയമ്മ പറയും, അച്ഛാ നമുക്ക് ഇതിനെതിരെ എന്തായാലും കംപ്ലൈൻറ്റ് കൊടുക്കണം, കാരണം ഇതിൻ്റെ മീതെയും പോലീസ് ഓഫീസർമാരുണ്ടല്ലോ, ഇവനെ ഇനിയും കൊല്ലാക്കൊല ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് പറയുകയാണ്. അപ്പോൾ വിക്രം വന്നിട്ട് പറയുകയാണ്, ചേച്ചി വിഷമിക്കേണ്ട, ചേച്ചിക്കും ചേട്ടനും ഇത് കുറച്ച് ദിവസം കൂടി കാണേണ്ടി വരുള്ളൂ, അപ്പോഴേക്കും ഞാൻ ഇതിനൊരു മാർഗം ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് വിക്രം വീടിൻ്റെ അകത്തോട്ട് കയറിപ്പോവുകയാണ്.
ഇനി നമ്മുടെ വേദയെ കാണാൻ വേണ്ടിയിട്ട് വേദയെ ഡൽഹിയിലൊക്കെ സഹായിച്ച വേദയുടെ കൂട്ടുകാർ ശ്രേയ വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രേയ പറയുകയാണ്, നീ ഇനി എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ അവൾ പറയും, ഞാനൊന്ന് തിരുവനന്തപുരത്തേക്ക് പോയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ നമ്മുടെ തരുണിൻ്റെ അമ്മ ഇവർക്ക് രണ്ടുപേർക്കും കൂടി ചായയായിട്ട് വരും, എന്നിട്ട് ചായ കൊടുക്കും. അപ്പോൾ അമ്മ ചോദിക്കും, എന്താ മോളെ, എന്താ വേദ മോളെ നീ സംസാരിക്കുന്നത്? അപ്പോൾ വേദ പറയും, ഞാനൊന്ന് തിരുവനന്തപുരം വരെ പോകണമെന്ന് വിചാരിക്കുന്നു എന്ന്. അപ്പോൾ സീതമ്മ പറയും, ആ ശരി, നീ തിരുവനന്തപുരത്തേക്ക് പൊക്കോ എന്ന്. ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ സീതമ്മയാണ് കേട്ടോ. അതായത് തരുണും വേദയും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് വേദയുടെ അച്ഛനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ആൾ സീതമ്മയാണ്. എന്നിട്ടാണ് ഇതൊക്കെ ഒപ്പിക്കുന്നത്. അങ്ങനെ വേദ വിക്രമനെ അന്വേഷിച്ചിട്ട് ജയിലിലോട്ട് പോവുകയാണ്. അപ്പോൾ ജയിലിലോട്ട് പോയപ്പോൾ അവിടെ പറയും, ഞാനിങ്ങനെ അസിസ്റ്റൻറ്റ് കളക്ടറാണ്, തിരുനെൽവേലിയിലുള്ള അസിസ്റ്റൻറ്റ് കളക്ടറാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തണം. എന്നിട്ട് പറയും, എനിക്ക് ഞാൻ ഒരാളെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണെന്ന്. അപ്പോൾ പോലീസുകാരൻ പറയും, പറയൂ, ആളുടെ പേരെന്താണ്? അപ്പോൾ ആളുടെ പേര് വിക്രം എന്നാണെന്ന്. ഓ, അയാൾ റിലീസായല്ലോ, അയാൾക്കെതിരെയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അയാളെ ആരോ പെടുത്തിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അയാൾ ഇവിടെ നിന്ന് റിലീസായിട്ടുണ്ട്, വേണമെങ്കിൽ അയാളുടെ അഡ്രസ്സ് ഞങ്ങൾ ഒപ്പിച്ചു തരാമെന്ന് പറയും. അപ്പോൾ വേദ പറയും, വേണ്ട, അതെനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് വേദ ഇവരുടെ യഥാർത്ഥ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതേസമയം അവളിപ്പോൾ എന്തുകൊണ്ട് ഇത് വിക്രം റിലീസായ കാര്യം അച്ഛൻ എന്നോട് പറഞ്ഞില്ല എന്നുള്ളൊരു സംശയത്തിൽ അവൾ അച്ഛനെ വിളിക്കും. അപ്പോൾ അച്ഛനെ വിളിച്ചു കഴിഞ്ഞാൽ അച്ഛൻ പറയും, ഹലോ മോളെ, വിക്രം റിലീസായല്ലോ, എന്താ അച്ഛൻ എന്നോട് ഇത് പറയാഞ്ഞത്? അപ്പോൾ അച്ഛൻ പറയും, അച്ഛൻ്റെ മനസ്സിലെന്താ, വേറെ വിവാഹം കഴിച്ച് ജീവിക്കുക എന്നുള്ള ധാരണയിലാണ് അച്ഛൻ ഇരിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറയും, മോളെ, നീ ദയവ് ഇത് ഇനി അവനെക്കുറിച്ച് അന്വേഷിക്കാനൊന്നും നിൽക്കരുത്, അവൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ, എനിക്ക് നിന്നോട് കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല, ഞാൻ കുറച്ച് തിരക്കിലാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ വയ്ക്കും. അപ്പോൾ വേദ വിചാരിക്കുക, എന്താ അച്ഛൻ ഇങ്ങനെ പറയുന്നത് എന്നിങ്ങനെ ഒരു സംശയത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ വേദ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ വിക്രത്തിനെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ വിക്രത്തിനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഇതേ സമയം നമ്മുടെ ശ്രീകാന്ത് വിക്രത്തിനെ റോട്ടിലിട്ട് പിടിക്കുകയാണ്. അതായത് റോട്ടിൽ ഒരു കടയിൽ സാധനങ്ങൾ വാങ്ങാൻ വന്നതായിരുന്നു നമ്മുടെ വിക്രമും സുധാരമാഷും കൂടിയിട്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സാധനങ്ങൾ വാങ്ങാൻ നിൽക്കുമ്പോൾ ശ്രീകാന്ത് മെല്ലെ വന്ന് ചൊറിയാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതേ സമയം വേദ വിക്രത്തിനെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാറിൽ. അങ്ങനെ കുറച്ച് ശ്രീകാന്തിൻ്റെ കൂടെയുള്ള ഗുണ്ടകൾ സുധാകരനെ ആക്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ വിക്രത്തിനെ പിടിച്ചാൽ കിട്ടില്ല. അങ്ങനെ വിക്രമും ആ ഗുണ്ടകളും തമ്മിൽ നല്ല അടി നടന്നുകൊണ്ടിരിക്കുകയാണ് റോട്ടിൽ വെച്ചിട്ട്. അപ്പം ഇതേ സമയത്താണ് ആ റോട്ടിലൂടെ ഒരു കാറിൽ വിക്രത്തിനെ അന്വേഷിച്ച് വേദ പോകുന്നത്. അങ്ങനെ വേദ വർഷങ്ങൾക്ക് ശേഷം വിക്രത്തിനെ കാണുന്നതോ നല്ല അടി പൊട്ടുന്നത്. അടി കൂടി നിൽക്കുന്ന വിക്രത്തിനെ കാണുകയാണ് വേദ. അതോടുകൂടി അവളാകെ മനസ്സാകെ തളരും. കാരണം ഇത്രയും കാലം അവൾ കാത്തിരുന്നത് ഈ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ നന്നായിട്ടുണ്ടാവും എന്നുള്ള ചിന്തയിലാണ്. അവൻ യഥാർത്ഥത്തിൽ നന്നായിട്ടുണ്ടെങ്കിൽ കൂടി വേദ അത് തിരിച്ചറിയാതെ പോവുകയാണ്. അപ്പോൾ വേദയ്ക്ക് വളരെ ദുഃഖവും. അങ്ങനെ വേദ തിരിച്ച് തരുണിൻ്റെ വീട്ടിലോട്ട് എത്തുകയാണ്. തരുണിൻ്റെ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് ഒരുപാട് നേരം വിഷമിച്ച് കരയാണ്. അപ്പോൾ തരുണിൻ്റെ അമ്മ ആശ്വസിപ്പിക്കാൻ എന്ന വ്യാജേനെ അവളുടെ അടുത്തോട്ട് വരും. അങ്ങനെ അവളുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞിട്ട് പറയും, എന്താണ് മോളെ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നീ എന്താണ് വിചാരിച്ചത് അവൻ നന്നായിട്ടുണ്ടാവുമെന്നോ? ജയിലിലൊക്കെ താമസിച്ചിട്ട് ആൾക്കാർ എത്രയായാലും അവരവരുടെ സ്വഭാവം കുറച്ച് കഴിഞ്ഞാൽ പുറത്തെടുക്കും. പിന്നെ നീ ഇപ്പോൾ ഗൗരി മോളോട് യഥാർത്ഥ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ, ഇത്രയും കാലം അവളൊരു പോലീസുകാരൻ്റെ മകളെന്നുള്ള രീതിയിലാണ് ജീവിച്ചത്, ഇനി ഒരു കുറ്റവാളിയുടെ മകളാണ് താനെന്നറിയുമ്പോൾ അവളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും, അതൊക്കെ നീ ആലോചിക്കണം എന്ന് വേദയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാണ് അവർ. പിന്നെ കാണിക്കുന്നത് തരുണിൻ്റെ വീടാണ്. അപ്പോൾ തരുണിൻ്റെ വീട്ടിലൊരു ദിവസം രാവിലെ തരുൺ വന്നിട്ട് പറയുകയാണ്, അമ്മേ, ഞാൻ മോളുടെ സേഫ്റ്റിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് ഇവിടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ശത്രുക്കളുള്ള കാരണം അമ്മേനെയും മോളേനെയും ഇനി ഇവിടെ നിർത്തണ്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള നമ്മുടെ വീട് റിനോവേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരത് റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ വിളിക്കും. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകും. അമ്മയും മോളും ഇനി തിരുവനന്തപുരത്ത് താമസിച്ചാൽ മതി, ഞാനും വേദയും ഇവിടെ നിന്നോളാം, കാരണം അതായിരിക്കും ഇവളുടെ സേഫ്റ്റിക്ക് നല്ലത് എന്ന് പറയുകയാണ്.
അങ്ങനെ അവർ തിരുവനന്തപുരത്തേക്ക് മാറുകയാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് അവർ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ നിറയെ മുറ്റമൊക്കെ ഉള്ള ഒരു പഴയ തറവാട് വീടാണ്. അപ്പം ആ വീട്ടിലിങ്ങനെ മോൾക്ക് നല്ല ഇഷ്ടമായി. കാരണം ഒരുപാട് സ്ഥലവും പറമ്പൊക്കെ കണ്ടപ്പോൾ അവളിങ്ങനെ ഓടിക്കളിക്കുകയാണ്. അപ്പോൾ ഓടിക്കളിക്കുമ്പോൾ വേദ പറയും, മോളെ ഓടിക്കളിക്കേണ്ട വീഴുമെന്ന്. അപ്പോൾ തരുൺ പറയും, അവൾ ഓടിക്കളിച്ചോട്ടെ, ഓടിക്കളിച്ചിട്ട് തന്നെയാണ് കുഞ്ഞുങ്ങളൊക്കെ വളരുക, കുറച്ച് വീഴുകയൊക്കെ ചെയ്യും. അപ്പോൾ വേദ പറയും അത് വേണ്ട എന്ന് പറഞ്ഞ് വേദ അവളെ ഓടിക്കളിക്കാൻ സമ്മതിക്കാതിരിക്കുമ്പോൾ തരുൺ ചീത്ത പറയാണ് വേദനെ. അപ്പോൾ വേദയ്ക്ക് ഇത്തിരി സങ്കടമുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വേദ മോളെയും കൂട്ടിയിട്ട് പുറത്തു പോവുകയാണ്. അപ്പോൾ തരുൺ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ തരുൺ ചോദിക്കും, അമ്മ അവരെവിടേക്കാണ് പോയിട്ടുള്ളത് എന്ന്. അപ്പോൾ അവൾ മോളെയും കൂട്ടി എങ്ങോട്ടോ പുറത്ത് പോയിട്ടുള്ളതാണ്. അപ്പോൾ തരുൺ പറയുകയാണ് ഇത്രയധികം പ്രശ്നങ്ങൾ, അതായത് മോൾക്കും അവൾക്കൊക്കെ ഇങ്ങനെ സേഫ്റ്റി പ്രശ്നങ്ങളുള്ളപ്പോൾ അവൾ എന്തിനാ കുഞ്ഞിനെയും കൂട്ടിയിട്ട് ആരോടും പറയാതെ പോയി എന്ന് പറഞ്ഞ് തരുൺ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോഴേക്കും ശരിക്കും തരുൺ നമ്മുടെ വേദ പോയിട്ടുള്ളത് എവിടേക്കാണെന്ന് വെച്ചാൽ വിക്രത്തിൻ്റെ പഴയ വീട്ടിലോട്ടാണ്. അപ്പോൾ പഴയ വീട് അന്വേഷിച്ചു പോയപ്പോൾ ആ വീടൊക്കെ ആകെ എന്താണ് ആരൊക്കെ വാങ്ങിയിട്ട് അതിലിപ്പോൾ ഒരു പുതിയ വീടൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞ് ചോദിക്കുകയാണ്, അമ്മേ നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത്, ഇവിടെ അമ്മയുടെ വീടായിരുന്നു, ഇതാണോ അമ്മയുടെ വീട് എന്ന്. അപ്പോൾ ഇതെല്ലാം മോളെ എൻ്റെ വീട്, ഇവിടെ ഒരു പഴയ വീടുണ്ടായിരുന്നു, അതായിരുന്നു നമ്മുടെ വീട്, അതിപ്പോൾ കാണാനില്ല, അതെന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവരോട് മടങ്ങിപ്പോരാണ്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ തരുൺ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ കാറിൻ്റെ ശബ്ദം വരുന്നത് കേൾക്കുമ്പോൾ തരുണിൻ്റെ അമ്മ പറയും, നീ അവളുടെ അടുത്ത് വഴക്കുണ്ടാക്കരുത്, കുഞ്ഞത് കേൾക്കും, കുഞ്ഞ് കാണാത്തതൊന്നും ഇതുവരെ നീ കാണിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞ് തരുണിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. അങ്ങനെ കുട്ടീനെ വന്നെടുത്തിട്ട് സീതമ്മ എടുത്ത് കൊണ്ടുപോകും ആ തരുൺ. അപ്പോൾ വേദയെ വഴക്ക് പറയാണ്, നീ എന്തിനാണ് ആരോടും പറയാതെ ഇവിടെ നിന്ന് പോയത്, കുഞ്ഞിനെയും കൊണ്ട് നീ എവിടേക്കാണ് പോയത് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങളുള്ളത് നിനക്കറിയില്ലേ എന്ന്. അപ്പോൾ അവൾ പറയും, ഞാൻ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നതുകൊണ്ട് എന്താ കുഴപ്പം, ഞാനല്ലേ കൊണ്ടുപോയിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നത് ഞാൻ ചെയ്യുമെന്നാണോ തരുൺ വിചാരിക്കുന്നത് എന്ന് തരുണിനോട് ചോദിക്കുകയാണ്. അപ്പോൾ തരുൺ പറയും, അങ്ങനെയല്ല, കുഞ്ഞിന് ഒരു ആപത്തുണ്ടാവുന്നത് എനിക്കിഷ്ടമല്ല എന്ന്. അപ്പോൾ അതായത് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അവനാണ് അതിൽ പൂർണ്ണമായ അവകാശം എന്നാണ്. അപ്പോൾ അവൾ നല്ല വിഷമിച്ചിട്ട് അകത്തോട്ട് കയറിപ്പോവും. അപ്പോൾ സീതമ്മ വന്നിട്ട് തരുണിനോട് പറയാണ്, മോളെ അവൾക്ക് നമ്മുടെ കുഞ്ഞിന് ആവശ്യമുള്ള സമയത്ത് അമ്മയുടെ ചൂട് കൊടുത്തത് വേദയാണ്, അത് നീ മറക്കരുത്, അവളോട് നന്ദികേട് കാട്ടരുത് എന്ന് പറഞ്ഞിട്ട് സീതമ്മ അകത്തോട്ട് പോവാണ്. അത് കഴിഞ്ഞപ്പോൾ വേദ ചെന്ന് ഇങ്ങനെ കരയാണ്. അപ്പോൾ വേദേനെ സീതമ്മ ആശ്വസിപ്പിക്കുകയാണ്, മോളെ അവൻ പറഞ്ഞതിലൊന്നും നീ വിഷമിക്കേണ്ട, കാരണം അവനറിയില്ലല്ലോ യഥാർത്ഥം എന്താണെന്ന്. അപ്പോൾ നീ ഒന്ന് കണ്ടില്ലെന്ന് കേട്ടില്ലെന്ന് നടിക്കണം. ഒരു നല്ല സന്ദർഭം വരുമ്പോൾ നീ വേണമെങ്കിൽ തുറന്നു പറഞ്ഞോളൂ, നിൻ്റെ കുഞ്ഞാണ് ഇതെന്ന്. പക്ഷെ അതിനു വേണ്ടി നല്ലൊരു സന്ദർഭത്തിന് വേണ്ടി നീ കാത്തിരിക്കണമെന്ന് പറയാണ്. പക്ഷെ അത് വേദയ്ക്ക് അംഗീകരിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ വേദ ആകെ വിഷമിച്ചിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇതേ സമയം നമ്മുടെ വിക്രമും സുധാരമാഷും ഒരു പുതിയ വാടക വീട്ടിലോട്ട് താമസം മാറുകയാണ്. കാരണം മറ്റുള്ളവരുടെയൊക്കെ ഒരു സേഫ്റ്റി പ്രശ്നമൊക്കെ നോക്കിയിട്ട് അവരൊരു പുതിയ വാടക വീട്ടിലോട്ട് താമസം മാറുകയാണ്. അപ്പോൾ അവർക്ക് അറിയാം ഈ വിക്രം ഒരു ആവശ്യമില്ലാത്ത കേസിന്, ഒരു മാനിപ്പുലേറ്റ് ചെയ്ത കേസിലാണ് ജയിലിൽ പോയത്, അതിൽ നിരപരാധിയാണെന്നൊക്കെ ഈ പുതിയ വീടിൻ്റെ ഓണറിന് അറിയാം. അപ്പോൾ അവരുടെ വീടിൻ്റെ ഒരു ചെറിയ പോർഷനാണ് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നാട്ടിലെത്തിയ തരുണിന് ചെറിയ പേടിയുണ്ട് കുഞ്ഞിനെക്കുറിച്ച് ആലോചിച്ചിട്ട്. പിന്നെ വേദയുടെ അന്നാളത്തെ സ്വഭാവം കണ്ടപ്പോൾ തരുൺ പേടിച്ചിട്ട് തരുൺ എന്ത് ചെയ്യും, തരുണിൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനായ നമ്മുടെ പഴയ അലക്സാണ്ടറിനെ അന്വേഷിച്ച് പോവുകയാണ്. അദ്ദേഹത്തിനോട് പറയുകയാണ്, അങ്ങനെ എൻ്റെ മോൾക്ക് ഒരു പ്രശ്നമുണ്ട്, ഇപ്പോൾ ഞാനും വൈഫും, അതായത് വൈഫ് തന്നെയാണ് വേദയെക്കുറിച്ച് പറയുന്നത്, ഞാനും എൻ്റെ ഭാര്യയും തിരുനെൽവേലിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അമ്മയും കുഞ്ഞും ഇവിടെ ഉണ്ട്. അപ്പോൾ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്കൊരാളെ വേണം, അതിന് പറ്റിയ ഒരാളെ എനിക്ക് കണ്ടുപിടിച്ച് തരണമെന്ന്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്നത് ആരെയാണ്, വിക്രത്തിൻ്റെ മുഖമാണ്. അപ്പോൾ വിക്രത്തിനെ കണ്ടിട്ട് അദ്ദേഹം പറയും, വിക്രം നിനക്കൊരു ജോലി തരപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ, മറ്റൊന്നുമല്ല, ഒരു പോലീസുകാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അപ്പോൾ അവർക്ക് നല്ല ശത്രുക്കളുള്ള കാരണം അവരുടെ കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിക്കാൻ ഒരു കരുത്തുള്ള ഒരാൾ വേണം. അപ്പോൾ അതിന് നിനക്ക് പറ്റുമോ എന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത് എന്ന്. അപ്പോൾ വിക്രം ചോദിക്കും, അങ്ങനത്തെ ഒരു ജോലി അത് പ്രശ്നമാവും, അതൊരു കുഞ്ഞല്ലേ എന്ന്. അപ്പോൾ അയാൾ പറയും, മോനെ നീ എന്തായാലും ഈ ജോലി ഏറ്റെടുക്കുന്നതാണ് നല്ലത്, കാരണം നിനക്ക് ഇനി ഏത് ജോലിക്ക് നോക്കണമെങ്കിലും നിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിനക്കൊരു കേസുണ്ട്, ഒരു ജയിലിൽ കിടന്ന ഹിസ്റ്ററിയുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ഒരു പോലീസുകാരൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നത്, അത് നിനക്കും ഒരു സേഫ്റ്റി തന്നെയാണെന്ന്. അപ്പോൾ വിക്രത്തിന് ആ പറഞ്ഞതിൽ ന്യായമാണെന്ന് തോന്നി. അങ്ങനെ വിക്രം അയാളോട് പറഞ്ഞു, എന്നാൽ ശരി, ഞാൻ ആ ജോലിക്ക് തയ്യാറാണെന്ന്. അങ്ങനെ വീട്ടിൽ പോയിട്ട് വിക്രം
അച്ഛനോടും അതുപോലെ അയൽപ്പക്കത്തെ ചേട്ടനോടും പറയുകയാണ് എനിക്ക് ഇങ്ങനെ ഈ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഞാൻ അതിന് ജോലിക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് എന്ന്. അപ്പോൾ സുധാകരൻ മാഷ് ചോദിക്കും ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഞാൻ അവിടെ തനിച്ച് നിൽക്കണ്ടേന്ന്. അപ്പോൾ അയൽപ്പക്കത്തെ ചേട്ടൻ പറയും അയ്യോ അതിനൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, ഞങ്ങളുണ്ടല്ലോ ഇവിടെ, ഞങ്ങൾ നോക്കിക്കോളാം, സുധാകരേട്ടനെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഏകദേശം വിക്രം ആ ജോലിയിലോട്ട് പോകാമെന്ന് തയ്യാറായി നിൽക്കുകയാണ്. അതായത് വിക്രമിൻ്റെ സ്വന്തം മകളായ ഗൗരിയെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബോഡി ഗാർഡ് പോലെ ആ വീട്ടിലോട്ട് പോകുന്നത്. ഇനി നമുക്ക് അടുത്തുള്ള എപ്പിസോഡുകളിൽ അച്ഛനും മകളും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻസൊക്കെ തീർച്ചയായും കാണാം. അപ്പോൾ പവിത്രത്തിൻ്റെ കഥ വളരെ നേരത്തെ തന്നെ അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ മുന്നത്തെ എപ്പിസോഡുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റു സീരിയലുകളുടെ റിവ്യൂസും ഇതുപോലെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. താങ്ക്